അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വഹാബിസത്തിന്റെ തിരിമറികൾ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ മുഴുവനും മുശ്രിക്കും കാഫറുമാക്കി നടന്നവരാണ് കേരളത്തിലുള്ള വഹാബികൾ. എന്നാൽ ഇന്ന് ആദർശത്തിന്റെ പേരിൽ അവർ തമ്മിൽ തല്ലിപ്പിരിയുകയും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ തമ്മിൽ കാഫറും മുശ്രിക്കുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരായത്തും ഹദീസും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണോ മുൻപ് കാലങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കും കാഫറുമാക്കിയത്, അതേ ആയത്തുകളെ തന്നെയാണ് ഇവർ ഇപ്പോൾ ആദർശപരമായിട്ട് വ്യതിയാനം സംഭവിച്ചപ്പോൾ തമ്മിൽ കാഫർ മുശ്രിക്കുമാക്കുവാൻ വേണ്ടിയും അവർ ഓതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഉമർ മൗലവി മഹാനവറുകൾക്ക് കത്തെഴുതി, നിങ്ങൾ മുസ്ലിമാവുക എന്ന്, ഈ അവസാന നിമിഷമെങ്കിലും നിങ്ങൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർക്ക് കത്തെഴുതിയ വിഭാഗമാണ് ഈ വഹാബിസം. മൗലവി മരണപ്പെട്ടപ്പോൾ അയാൾ പിന്നെ നേരിട്ട് സ്വർഗത്തിലേക്ക് കുതിച്ചു എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കും കാഫറുമാക്കി നടന്ന ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം വിസ്ഡം ജിന്നൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും കേന്ദ്രമുണ്ട്. ഈ വിസ്ഡം ജിന്നൂരികളുടെ കൂട്ടത്തിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹവും മുമ്പ് കാലത്ത് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിനോട് ചെയ്ത പണികളൊക്കെ നമുക്കറിയാം. കാരണം സുന്നി മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചുമക്കളെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം, കാരണം അവർ വളർന്നു വന്നാൽ മുശ്രിക്കാകും, ഇസ്ലാം മതത്തിന് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മഹാനവറുകളൊക്കെ അബൂജഹലിന്റെ അനുയായികളാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. കാരണം ആരെ നോക്കി, ആ ശിർക്കും കുഫറും ചെയ്യാത്ത ഒരു സമൂഹത്തെ നോക്കി മുശ്രിക്കും കാഫറുമാക്കിയവരാണ് വഹാബികൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ശിർക്കും കുഫറും അവരിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. കാരണം മുജാഹിദുകളുടെ നേതാവ് ഹുസൈൻ സലഫി പറയുന്നുണ്ട്, ശിർക്കും കുഫറുമില്ലാത്ത ഒരു സമൂഹത്തെ നോക്കി മുശ്രിക്കും കാഫറുമാക്കിയത് ആ മുശ്രിക്കും കാഫറുമല്ലാത്ത ആളുകളെ മുശ്രിക്കും കാഫറും എന്ന് വിളിച്ചു, അത് ഇന്ന് നമ്മിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. അപ്പം അത് ഇന്ന് വഹാബിസത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നും, മുമ്പ് മുസ്ലിം ഉമ്മത്തിനെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കും കാഫറുമാക്കി നടന്ന വഹാബി പുരോഹിതൻ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയട്ടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കേണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേന്ദ്രന്മാരെ സലാം മടക്കണില്ല. സലാം മടക്കാതിരുന്നപ്പോ അവന് എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്, ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. കേന്ദ്രന്മാരനാട്ടോ പറയണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ് എന്ന്. ഇത് ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ കേന്ദ്രകാരൻ പറയാണ്, എന്ത്, ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്ക്. ഇതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഈ ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടോ. അതോട് പറഞ്ഞുതരാം. കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലേക്ക് പിടുത്തം വിട്ടിരിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും പിടുത്തം വിട്ടിരിക്കുകയാണ്. അത് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. എന്റെ ഈ വോയിസ് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. സഹോദര, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണ് അദ്ദേഹത്തിന് 2 ഞെട്ടൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല പോലും. അദ്ദേഹത്തിന് മക്കാ മുശ്രിക്കുകളെക്കാൾ പേച്ച വിശ്വാസക്കാരനെന്ന് വിളിച്ചു പോലും അദ്ദേഹത്തിന് ഭയങ്കര ഞെട്ടലായി. എന്നാൽ ഈ പണി ഇദ്ദേഹം മുമ്പ് ചെയ്തത് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിനെ നോക്കിയിട്ട് മുശ്രിക്കും കാഫറുമാണെന്ന് പരസ്യമായിട്ട് സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയായിരുന്നു ചെയ്തത്. ഇദ്ദേഹം പ്രസംഗിച്ചു, മറ്റ് ഇദ്ദേഹത്തിന്റെ നേതാക്കന്മാരും മറ്റുള്ളവരും ചെയ്തത് വേറെയുണ്ട്. ഇദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരെ അബൂജഹലിനോട് വരെ ഉപമിച്ചു. അതിപ്പം സ്വന്തത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഞെട്ടലുണ്ടായിരിക്കുകയാണ്.
അദ്ദേഹം പറയുന്നത് അത് ഇപ്പം അടുത്ത കാലത്തുള്ള വീഡിയോസ് അല്ല, കുറച്ച് മുമ്പുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഒരാഴ്ചയായിട്ട് KNM വന്ന നിലപാടാണ് എന്നാണ്. അപ്പം KNM അദ്ദേഹത്തിനെ കാഫിറാണ് എന്ന് വിളിച്ചു, മുശ്രിക്കാണ് എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? മുശ്രിക്കും കാഫിറുമല്ലാതിരുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ട് മുശ്രിക്കും കാഫിറുമാക്കി. എങ്ങനെയാണ് മുശ്രിക്കാകുന്നത്? എവിടെയാണ് അതിനെപ്പറ്റി പഠിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരത് വിളിക്കുന്നത്? അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ സഹായാർത്ഥന നടത്തുന്നു. അതിനാണ് ഇവരെന്ത് ചെയ്യുന്നത്? സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ മുശ്രിക്കും കാഫിറുമാക്കുന്നത്. എന്നാൽ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നവർ മുശ്രിക്കും കാഫിറുമാണ് എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് വരെ അവരെ കൊണ്ടത് തെളിയിക്കാനും പറ്റിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നവർ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല, വഹാബിസമല്ലാതെ. അവർക്ക് തോന്നിയതുപോലെ വിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കും കാഫിറുമാക്കി. അത് ഇന്ന് അവരിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു, ആദർശത്തിൻ്റെ പേരിൽ, ജിന്നായിട്ടും മറ്റു പലതുമായിട്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം തുറന്നു കാണിക്കും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്ത ഒരു കാര്യം കൂടി അദ്ദേഹത്തിനെ മുശ്രിക്കാക്കി എന്നുള്ളതിൻ്റെ ഒരു വിഷയവും കൂടി നമുക്ക് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത, ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. ചിന്തിക്കും. ആദ്യം നമ്മളുടെ വിസ്ഡം ജിന്നൂരി പറയുന്നത് അദ്ദേഹത്തിന് 2 ഞെട്ടലുണ്ടായി എന്നാണ്. എന്നാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വേദനിച്ചു പോയി. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് KNM-കാരൻ നീ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് വിളിച്ചു പോലും. അപ്പം അദ്ദേഹത്തിന് വേദനയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഈ സമയത്തടക്കം ഇദ്ദേഹം സ്റ്റേജുകൾ മുഴുവനും കയറിയിട്ടും കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും മുശ്രിക്കും കാഫിറും ഒക്കെ അദ്ദേഹത്തിന് വേദനയില്ല. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് വേദന വന്നു. മറുവിഭാഗം കൂടെ ചേർന്ന് തോളോട് തോള് ചേർന്ന് മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും മുശ്രിക്കും കാഫിറുമാക്കി നടന്ന കൂട്ടത്തിലുള്ളവൻ തന്നെ തിരിച്ചു വിളിച്ചു. വിളിക്കാനുണ്ടായ കാരണം എന്താണ്? മുശ്രിക്കും കാഫിറുമല്ലാത്ത ഒരു സമൂഹത്തെ മുശ്രിക്കും കാഫിറുമാക്കി ഇവർ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അവർക്ക് വേദന വന്നു. എന്നാൽ മുസ്ലിമിനെ കാഫിറാക്കുമ്പോൾ അല്ലെങ്കിൽ മുശ്രിക്കാക്കുമ്പോൾ അവർക്ക് എന്തില്ല, വേദനയില്ലായിരുന്നു. ദീന് പഠിക്കാതെ ആരതി വെച്ചതും നോക്കിയിട്ട് ഇസ്ലാം പറയാൻ വന്നാൽ ഇതാണ് മൗലവിമാരെ നിങ്ങൾക്കുണ്ടാവുക. എന്നാൽ ഇതേ മൗലവി മുമ്പ് കാലത്ത് സുന്നി മദ്രസയിൽ പഠിക്കുന്ന എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് കീഴിൽ പഠിക്കുന്ന മക്കളെ, പിഞ്ചുമക്കളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. കാരണം ആ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ശിർക്കാണ്, അവർ മുശ്രിക്കാണ് എന്ന് വാദിച്ചവനാ. അന്ന് ഇദ്ദേഹത്തിന് ഒരു ലാഞ്ചനയുമില്ലായിരുന്നു. സ്വന്തത്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് വേദന തുടങ്ങി. അപ്പം അദ്ദേഹം മുമ്പ് പറഞ്ഞ, ശരിക്കു പറഞ്ഞാൽ തീവ്രവാദം, അദ്ദേഹം പറഞ്ഞ ആ വിഷയവും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഉണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിദർ നബി അലൈഹിസ്സലാം കഴുത്ത് മുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരു മുശ്രിക്കും കാഫിറുമല്ലാത്ത സമൂഹത്തെ മുശ്രിക്കും കാഫിറുമാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മുസ്ലിം സമൂഹത്തെ മുശ്രിക്കും കാഫിറുമാക്കി നടന്നവരായിരുന്നു കേരളത്തിലുള്ള വഹാബികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇവർ ദീന് പഠിച്ചിട്ടില്ല.
ഇവർ ദീന് പഠിച്ചിട്ടില്ല, ഇവർ മനസ്സിലാക്കിയിട്ടില്ല. കാരണം മുസ്ലിമിനെ മുശ്രിക്കും കാഫിറുമാക്കുക, ഒരു മനുഷ്യന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുക, അത് എത്രമാത്രം ഗൗരവകരമായ വിഷയമാണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗമാണ് ഈ വഹാബിസം. ഈ പറയപ്പെടുന്ന ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ വിസ്ഡം ജിന്നൂരിയുടെ നേതാവ് ഫൈസൽ മൗലവി പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കാരണം അദ്ദേഹം പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചതല്ല ഇപ്പോൾ നമുക്കുള്ളത്. കാരണം നമ്മൾ കാലാകാലങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനവൻ്റെ യുക്തിക്കനുസരിച്ച് ദീനുൽ ഇസ്ലാമിനെ വളച്ചൊടിക്കുക ഇവർ പഠിച്ചിട്ടില്ല. കാരണം 10 വർഷം മുമ്പ് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പോൾ. കാരണം നമ്മൾ അതിൽ നിന്നും വ്യത്യാസമായി നമ്മൾ പഠിച്ചു വന്നു. അപ്പം ദീന് പഠിക്കാതെ തന്നെ എന്ത് ചെയ്യാണ്, അറിയാത്ത വിഷയത്തിൻ്റെ മുകളിൽ കയറിയിട്ട് മുശ്രിക്കാക്കുക എന്ന ശിർക്ക് ആരോപിക്കുക. അത് എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. നമ്മൾ അന്നേരം പഠിച്ചത് വേറെയാണ്, ഇന്ന് പഠിച്ചത് വേറെയാണ്. അങ്ങനെ ഒരു ദീനില്ല. ദീനിൻ്റെ പേരിൽ പച്ചക്കളവറി. ദീൻ അറിയാത്തവൻ ദീനിൻ്റെ പേരിൽ വിധികൾ കൽപ്പിക്കാനുള്ള അധികാരം അവർക്കില്ല. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മുമ്പ് കാലങ്ങളിൽ റബീഉൽ അവ്വൽ ആഘോഷിക്കാം, നബിദിനം ആഘോഷിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ജന്മദിനം കൊണ്ടാടണമെന്നായിരുന്നു മുമ്പ് കാല വഹാബികൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തവർ അങ്ങനെയല്ല, അത് പാടില്ല എന്നാണ് അവരുടെ വാദം. മറ്റവർ നിങ്ങളുടെ മുൻകാല നേതാക്കന്മാർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി വിവരമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൻ്റെ അവകാശികളായി. ഇപ്പോൾ ഇവരാണ് എല്ലാം തികഞ്ഞവർ. അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന മൗലവിമാർ അവർ എല്ലാം തികഞ്ഞവരാണ് എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അത് തന്നെ ഏറ്റവും പേച്ച വിശ്വാസമാണ്. സ്വയം ഖുർആനും സുന്നത്തിനെയും എന്താക്കുക, അർത്ഥം വെക്കുക, അവർക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയുക. അത് ഇസ്ലാമല്ല എന്ന് നിങ്ങളും ഞാനും ഒക്കെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഈ ഫൈസൽ മൗലവി എന്താണ് എന്ന് പറയുന്നതും കൂടി കേട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളും അങ്ങനത്തെ 10 കൊല്ലം മുമ്പ് ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക. 10 കൊല്ലം മുമ്പ് അറിയാത്ത ഒരുപാട് സംഗതികൾ ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു. നമ്മളെ പോരായ്മയാണ്, ദീനിന്റെ പോരായ്മയല്ല, പ്രമാണങ്ങളുടെ പോരായ്മയല്ല. പ്രമാണം മാറൂല, നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാറും. കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളും അങ്ങനത്തെ 10 കൊല്ലം മുമ്പ് ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക. 10 കൊല്ലം മുമ്പ് അറിയാത്ത ഒരുപാട് സംഗതികൾ ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു. നമ്മളെ പോരായ്മയാണ്, ദീനിന്റെ പോരായ്മയല്ല, പ്രമാണങ്ങളുടെ പോരായ്മയല്ല. പ്രമാണം മാറൂല, നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാറും.